കാറ്റ്, നല്ല കാറ്റ്. KSRTC വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോ അമ്മച്ചിയോ തീമാനതാ പോണേന്. പുളു അടിക്കില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പാർട്ട് 3 മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ 3ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കർണാടക വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി എവിടെ നിർത്താൻ പറ്റില്ല. ഈ സീതാ ടെമ്പിളിൻ്റെ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ നല്ലൊരു പുഴയുടെ ഭാഗം നല്ലപോലെ കാണാൻ പറ്റും. ഈ നദിയുടെ പേര് നുഗു റിവർ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇത് നഞ്ചിപ്പുരം മുതൽ മുത്തങ്ങ വരെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. നഞ്ചിപ്പുരയിലെ നുഗു ഡാം എന്നാണ് ഇതിൻ്റെ തുടക്കം. ഇവിടെ ഒരുപാട് മൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തും ആനയെ കാണുന്ന പതിവാണ്. ഈ ഏരിയയിൽ ആനകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് കുറച്ചപ്പുറത്ത്. അവിടെ മാന്, അതുപോലെ കാട്ടുതാറാവുകൾ, കൊക്കുകൾ, അങ്ങനത്തെ, പിന്നെ മയിൽ, ടൈഗറിനൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്. ഇത് നല്ലൊരു ഏരിയ ആണ്. പന്നികൾ, അതുപോലെ ഒരുപാട് ഐറ്റംസ് ഇറങ്ങുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഈ കാണുന്നതാണ് സീതാദേവി ടെമ്പിള്. ഇവിടെ പിതൃതർപ്പണങ്ങളൊക്കെ നടക്കാറുണ്ട്. നമ്മുടെ തിരുനെല്ലി ക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പിതൃതർപ്പണങ്ങൾ നടക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെല്ലെ മൂവ് ചെയ്യാണ്. മോക്ക് കുറച്ച് കഞ്ഞി കൊടുക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു കാര്യമായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പോവുകയാണ്. നമ്മളിനി ബന്ദിപ്പൂർ കാട്ടിലേക്ക് മെല്ലെ ഇവിടുന്ന് കിടക്കും. കർണാടകൻ്റെ ബോർഡർ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബോർഡർ വരും. നമ്മൾ കർണാടകയിലേക്ക് കിടക്കും. അത് ബന്ദിപ്പൂരിൻ്റെ ഭാഗങ്ങളാണ്. ഇതാ ജസ്റ്റ് അവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ചും കൂടെ വന്നപ്പോഴേ കണ്ടാണ് ഒരു കൂട്ടാനകൾ റോഡ് മുറിച്ച് കിടക്കുക. ഇതൊരു ലക്കി, നമ്മൾ ഈ കാടിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ലക്കി വ്യൂ ആണിത്. നോക്കിയേ, ഒരു ആനയും കുറച്ച് കുട്ടികളും ഇങ്ങനെ ഈ റോഡ് മുറിച്ച് കിടന്ന് പോകുമെന്ന് പറയുമ്പം തന്നെ അതൊരു ലക്കാണ്. അത് നല്ലൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാട്ടിൽ പോയിട്ട് മൃഗത്തിനെ കാണാൻ പോയിട്ട് ഒന്നും കാണാതെ പോകുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതൊരു കൂട്ടാനയാണ്. പിന്നെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് തോന്നുന്നു അന്ന് തന്നെ എടുത്താണോ സംശയമുണ്ട്. ഞാനിത് മൊത്തം എൻ്റെ കമ്പ്യൂട്ടറിൽ ഫയലുകൾ തപ്പിയപ്പം കിട്ടിയ ഒരു ക്ലിപ്പാണിത്. അന്നത്തെ ആവാൻ ചാൻസ് ഇല്ല. എങ്കിലും കൂടെ ഇതും അതുപോലെ തന്നെ നല്ല മനോഹരമായ കാഴ്ചയാണ്. ഒരുപാട് ആനകൾ ഇതുപോലെ നല്ല ഭംഗിയിൽ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന രംഗങ്ങളാണ് കാണാൻ ഏറ്റവും രസം. എന്താ വെച്ചാൽ മറ്റു മരങ്ങളോ ഇതൊന്നും ഇല്ലാതെ കറക്റ്റ് വ്യൂ കിട്ടും. അപ്പോൾ നേരത്തെ ആ വണ്ടി അവിടെ മുന്നിലില്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ല വ്യൂ കിട്ടുമായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്കൊരു പേടി വരും, കാറിൻ്റെ അകത്തല്ലേ. അപ്പോൾ ഈ ഒരു വണ്ടി മുന്നിലുള്ളൊരു ധൈര്യമാണ്. പക്ഷേ ഇതുപോലെയൊക്കെ ഒരു ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ റോഡിലൊക്കെ ആകുമ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും. ഇത് ഈ ആനകൾ റിവറിലേക്ക് പോവുകയാണ്. ഏകദേശം ആ ഒരു സൈഡിൽ കൂടെ റിവർ പോകുന്നത്. അപ്പോൾ ഒരു വെള്ളം കുടിക്കാനോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെയാണ് കൂടുതലും റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത്. പിന്നെ ഇത് നമ്മൾ കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന മാൻകൂട്ടങ്ങളെയാണ്. നമ്മളെങ്ങനെയായാലും ഒരു മാനെങ്കിലും കാണാതെ മുത്തങ്ങക്കാട് കടന്നു പോരുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരെണ്ണം എങ്കിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണത്തിനെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരാളാണ് ഈ കാട്ടുകോഴി. പക്ഷേ ഇതിനെ കാണാൻ ചാൻസ് കുറവാണ്. ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഓടി രക്ഷപ്പെടും. ഇതെന്തോ ഞാൻ പെട്ടെന്ന് എനിക്ക് കുറച്ച് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതിനെ ഫോട്ടോ എടുക്കാൻ പറ്റി. നമ്മുടെ കോഴിയൊക്കെ പോലെ തന്നെ, പക്ഷേ കുറച്ച് ചെറുതായിരിക്കും ആൾ. ഇതെനിക്ക് മുത്തങ്ങ, മുതുമല, അതുപോലെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്നൊക്കെ കിട്ടിയ കുറച്ച് ഫോട്ടോസാണ്. എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മളെ മുത്തങ്ങ ബന്ദിപ്പൂർ വീഡിയോ ഇവിടെ കഴിയാണ്.